നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ വകുപ്പുകളിൽ നടന്ന വികസനം പരിശോധിക്കുന്ന പ്രത്യേക അഭിമുഖ പരിപാടിയിൽ ഇന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ, സ്വാഗതം. ഈ സാധാരണ സിനിമാക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് ചില മുൻവിധികളൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് ഇത് സാധിക്കുമോ? പക്ഷേ കെ.ബി. ഗണേഷ് കുമാറിന് അങ്ങനെയല്ല, ജനിതകമായി രാഷ്ട്രീയം സിരകളുള്ള ഒരാളാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോഴും ഈ മന്ത്രിയായപ്പോഴുമൊക്കെ താങ്കൾ കാണുന്നത് ഈ കേവല രാഷ്ട്രീയക്കാരപ്പുറത്ത് വളരെ പാഷനേറ്റാണ് താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ KSRTCയുടെ കാര്യം എടുത്താൽ, താങ്കൾ വന്ന ശേഷം ഈ KSRTCയിൽ ഈ പഴയ ഒരു മരവിച്ച കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മരവിച്ച ആ രീതിയല്ല, മറ്റൊരു KSRTCക്ക് ഒരു ഊർജ്ജസ്വലതയും ഒരു ചെറുപ്പവും വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത്? കാരണം താങ്കളുടെ മേഖല ഇതായിരുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളൂ. പത്തനാപുരത്തെ 25 കൊല്ലം പറഞ്ഞിരുന്ന പത്തനാപുരത്തായിരുന്നു. ഇന്ന് പത്തനാപുരത്ത് എല്ലാ വീട്ടിലും കുടിവെള്ളം, എല്ലാ വീട്ടിലും വൈദ്യുതി, എല്ലാ റോഡുകളും മനോഹരമാണ്. അങ്ങനെ എല്ലാ സ്കൂളുകൾക്കും മനോഹരമായ കെട്ടിടങ്ങൾ. ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ കിഫ്ബിയുടെ ഫണ്ടും മറ്റ് ഫണ്ടുകളും MLA ഫണ്ടും ഗവൺമെൻറ് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് 55 സ്കൂൾ കെട്ടിടങ്ങൾ, ബഹുതല മന്ദിരങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. 55 ചെറിയ സംഖ്യയല്ല. അതുപോലെ MLA ഫണ്ട് മാത്രം ഉപയോഗിച്ച് 44 അംഗൻവാടികൾ പണിതിട്ടുണ്ട്. ഇതെല്ലാം അതുപോലെ ആശുപത്രികൾ, 8 പഞ്ചായത്തിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അത്യന്താധുനികമായി, അതായത് അതിൻ്റെ പഴയ കെട്ടിടമൊന്നും വെച്ചുകൊണ്ടൊന്നുമല്ല, പൊളിച്ചങ്ങ് കളഞ്ഞിട്ട് പുതിയ കെട്ടിടം വെച്ചിട്ട് 8 ഹോസ്പിറ്റലുകൾ പണിഞ്ഞിട്ടുണ്ട്. അതിൽ 8ാമത്തെ ഹോസ്പിറ്റലിൽ പണി നടക്കുന്നു വെട്ടിക്കവല പഞ്ചായത്തിൽ. ബാക്കിയെല്ലാം MLA ഫണ്ടിൽ നിന്നാണ്. ഞാനതിങ്ങനെയുള്ള സൂക്ഷ്മമായി ജനങ്ങളുടെ ആവശ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ, വൈദ്യുതി, കുടിവെള്ളം. ഞാൻ വരുന്ന സമയത്ത് പത്തനാപുരത്തിൻ്റെ തെന്മല ആര്യങ്കാവ് ഉൾപ്പെടുന്ന പത്തനാപുരത്തിൻ്റെ 65% ഭാഗങ്ങളിൽ മാത്രമേ വൈദ്യുതി ഉണ്ടായിരുന്നു. ബാക്കി ഭാഗത്ത് വൈദ്യുതി ഇല്ലായിരുന്നു. ഒരു 60%, 40%-ഓളം ഇല്ലായിരുന്നു. തെന്മലയിൽ ഒറ്റക്കൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത്, ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നിടത്തും വൈദ്യുതി കൊണ്ടുവന്ന് ഞാനാണ്. അത് ഈ കാലത്ത് 2009 സമ്പൂർണ്ണ വൈദ്യുതീകരണം, ശ്രീ A.K. ബാലൻ മന്ത്രിയായിരിക്കുമ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചതിൽ അത് ഏറ്റെടുത്ത കൊല്ലം ജില്ലയിലെ ഏക മണ്ഡലം പത്തനായിരുന്നു. MLA ഫണ്ട് പരിപൂർണമായി ഉപയോഗിച്ചുകൊണ്ട്, ബാക്കി ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും, അന്ന് വരെ അപേക്ഷിച്ച എല്ലാ വീട്ടിലും ഞാൻ വൈദ്യുതി എത്തിക്കാനെന്ന് കഴിഞ്ഞിട്ടുണ്ട്. KSRTCയിലേക്ക് വന്നാൽ, ഇപ്പോൾ KSRTC 1-ാം തീയതി ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണ്. പുതിയ ബസ്സുകൾ വന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ജലഗതാഗത വകുപ്പിലാണെങ്കിൽ കുട്ടനാട്ടിലേക്കുള്ള പ്രത്യേക ബോട്ടിംഗ്, മറ്റ് മൂന്നാറിൽ വ്യൂവിനുള്ള ഡബിൾ ഡെക്കർ ബസ്സുകൾ, ഇതൊക്കെ താങ്കളുടെ ഒരു ഐഡിയയിൽ നിന്ന് വന്നതാണ്. ഈ KSRTC ഇപ്പോൾ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ആ ലെവലിലേക്ക് KSRTC എത്തിച്ചത്? KSRTC ഞാൻ വരുന്ന സമയത്ത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരം KSRTCക്ക് സ്വർണ്ണം പണയം വെച്ചാൽ പോലും 5 പൈസ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം D കാറ്റഗറിയാണ്. റിസർവ് ബാങ്കിൻ്റെ D കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ബാങ്കും അവർക്ക് ലോൺ കൊടുക്കത്തില്ല. അതിൻ്റെ കണക്കുകളെല്ലാം ശരിയാക്കി അതിൻ്റെ കടങ്ങൾ മുഖ്യമന്ത്രിയോട് ഒരു പ്രപ്പോസൽ വെച്ചു. അദ്ദേഹം ധനകാര്യമന്ത്രിയെ വിളിച്ച് നിർദ്ദേശം കൊടുത്ത് ഒരു 100-300 കോടി രൂപയോളം നമുക്ക് മറിക്കാൻ പറ്റി. 600-അധികം കോടി രൂപ എഴുതി തള്ളി. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ കൊടുത്ത പ്രപ്പോസൽ, മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിരുന്നു, ഒരുമിച്ച് ശമ്പളം കൊടുക്കാനും ഇതിനെ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊരു പ്രപ്പോസൽ തരൂ, ഞാൻ ചെയ്തു തരാം എന്ന് അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു. ഞാനത് കൃത്യമായി ഉണ്ടാക്കി അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹം അതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതെല്ലാം അദ്ദേഹം ചെയ്തു തന്നപ്പോൾ ഞാൻ ഈ കടം തരാത്തൊരവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് ഇതിനെ മാറ്റിയെടുത്തു. ഇപ്പോൾ KSRTC C+ ആയി, ഇപ്പോൾ B ആണ്. ABCD എന്ന് പോകും. D ആകുമ്പോൾ പോയി A നമ്പർ 1 ആണ്. കടം കറക്റ്റായിട്ട് അടയ്ക്കുന്നവരാണ് A ഒക്കെ. കൃത്യമായി കടം ലോൺ തിരിച്ചടയ്ക്കുന്ന, ഓവർഡ്രാഫ്റ്റ് എടുത്തിട്ട് കൃത്യമായി അടച്ചു പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ KSRTC ആ D കാറ്റഗറിയിൽ നിന്നും C ആയി, C+ ആയി, ഇപ്പോൾ B ആയി. ക്രെഡിറ്റ് റേറ്റിംഗ് അങ്ങ് മാറി KSRTC ഇന്ത്യയിലെ അന്തസ്സായി കടം കൊടുക്കാൻ ബാങ്കുകൾക്ക് പറ്റുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുവന്നു. പിന്നെ KSRTC കണക്കുകൾ 2023 വരെയുള്ള മുഴുവൻ കണക്കുകളും അക്കൗണ്ടൻറ്റ് ജനറലിന് ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു. അതൊന്നും ഒരു പൊതുമേഖലാ സ്ഥാപനം കൊടുക്കാറില്ല. 5-6 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ പക്ഷേ 2023 വരെയുള്ള മുഴുവൻ കണക്കും ഓഡിറ്റ് ചെയ്ത് അക്കൗണ്ടൻറ്റ് ജനറൽ കൊടുത്തു. 2024 കൊടുക്കാൻ തയ്യാറാണ്. അത് പിന്നെ മതിയെന്ന് അവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യാണ്. 2024-25 കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അത് പിന്നെ മതി, ഇതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ. വികസനത്തിലേക്ക് വന്നാൽ ഈ കിഫ്ബി പദ്ധതികൾ ഗതാഗത വകുപ്പിൽ ഏത് നിലയിലാണ് നടപ്പിലാക്കിയത്? എത്രത്തോളം അത് സഹായകരമായി? കാരണം ഗതാഗത വകുപ്പിനെ ചെയ്തത്, ഞാൻ വരുന്നതിന് മുമ്പ് 50 ഇലക്ട്രിക് ബസ് കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് KSRTCക്ക് കിഫ്ബിയുമായി ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊന്നും കിഫ്ബിയുടെ പണമില്ല. ഉപയോഗിക്കുന്നതെല്ലാം പ്ലാൻ ഫണ്ടാണ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ, 10ഓളം ബസ് സ്റ്റേഷനുകൾ പുതിയതായി പണിയുന്നുണ്ട്. LDF സർക്കാർ, ഈ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം, ഞാൻ മന്ത്രിയായതിനു ശേഷം 10ഓളം ബസ് സ്റ്റേഷനുകൾ ഇപ്പോൾ പണി തുടങ്ങുന്നത്. പേറ്റോട് കായംകുളം ചെയ്തു, കൊട്ടാരക്കര ചെയ്ത്, പിന്നെ ചങ്ങനാശ്ശേരി ഏതാണ്ട് തീരാറായി, 1.5 മാസം തീരും. മൂവാറ്റുപുഴ വർഷങ്ങളായി തീരാ കിടന്ന് മൂവാറ്റുപുഴ തീർത്തു. പിന്നെ കോതമംഗലം, അവിടുത്തെ MLA പറയുന്നത് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്, അതിപ്പോൾ തീർത്തു.
ഞാൻ വന്നതിന് ശേഷം തീർത്തു. എല്ലാ കെട്ടിടങ്ങളും തീർത്തു. ആലുവ തീർത്തു, പിന്നെ ഈ പത്തനംതിട്ട തീർന്ന നമ്പറില്ല, അതുകൊണ്ട് കടയെല്ലാം ഒഴിഞ്ഞു കിടക്കണം. അതിന് തുടങ്ങാനുള്ള പദ്ധതികളൊക്കെ ആരംഭിച്ചു. എറണാകുളത്ത് നശിച്ചു കിടക്കുന്ന എറണാകുളത്ത് ഒരു 13 കോടി ചിലവഴിച്ച് ഒരു ബസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്തായിട്ട് ഇപ്പോൾ നിൽക്കുന്നതിനെ നവീകരിച്ചു. ഞാൻ വെള്ളം കിട്ടാത്തതിനെ കുറച്ച് പരിഷ്കാരങ്ങൾ ചെയ്തത്. എത്രത്തോളം വിജയിക്കുന്ന അറിഞ്ഞുകൂടെ. നമ്മൾ കുറേ പൈസ അതിനകത്ത് 1.5 കോടി രൂപ MLA ഫണ്ടും, പിന്നെ ഞങ്ങൾ പിന്നെ ഈ ഓയിൽ കമ്പനികളുടെ CSR ഫണ്ടെല്ലാം വാങ്ങിക്കൊണ്ട് BPCL സഹായിച്ചു. അതോടുകൂടി പണി തീർത്തിട്ടുണ്ട്. അത് വെള്ളം കയറാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പത്തനാപുരത്ത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഈ 55 കെട്ടിടങ്ങളാണ് ഈ കഴിഞ്ഞ 10-12 കാലം കൊണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി പത്തനാപുരത്ത് വഹിച്ച പങ്കെന്താണ്? പത്തനാപുരത്ത് കിഫ്ബിയുടെ സ്കൂളുകളുണ്ട്. കാരണം പട്ടാഴി സ്കൂളിന് 3.5 കോടി തന്നു. പിന്നെ പല എല്ലാ സ്കൂളുകൾക്കും ഓരോ കെട്ടിടം കിഫ്ബിയുടേതാണ്. ഈ പല പ്രധാനപ്പെട്ട ഹൈസ്കൂളുകളിലെല്ലാം +2 സ്കൂളുകളിലും വലിയ ഓരോ കെട്ടിടങ്ങൾ കിഫ്ബി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. വെട്ടിക്കോല സ്കൂളിന് 5 കോടി രൂപ സമഗ്ര വികസനത്തിനായിട്ട് 5 കോടി രൂപ തന്നു. അങ്ങനെ സ്കൂൾ ലാബറട്ടറി കെട്ടിടങ്ങൾ, ഇങ്ങനെ ഒരുപാട് മിക്കവാറും ഇവിടെയുള്ള എല്ലാ ഹൈസ്കൂളുകൾക്കും കിഫ്ബിയിൽ നിന്ന് ഓരോ കെട്ടിടം കിട്ടിയിട്ടുണ്ട്. ഈ 55-ൽ കിഫ്ബിയുടെ ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്, സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടുണ്ട്. ഇത് 3 കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കിഫ്ബിയുടെ റോഡുകളാണ്. റോഡുകൾ 5 റോഡോളം കിട്ടിയിട്ടുണ്ട്. അതിൽ 2 റോഡുകളുടെ പണി തീരാനുണ്ട്. 10 ദിവസത്തെ പണിയേ ബാക്കിയുള്ളൂ. ഈ പത്തനാപുരം മലയോര ഹൈവേ കടന്നു പോകുന്ന മേഖലകളാണ് അങ്ങയുടെ മേഖല. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഈ കിഫ്ബിയുടെ സഹായമാണല്ലോ ഈ അടിസ്ഥാന സൗകര്യ റോഡ്. നമ്മളവിടെ ഈ കിഫ്ബി റോഡ് വന്നത് ഈ പിന്നെ മെയിനായിട്ട് പട്ടാഴി വടക്കേക്കരയിൽ നിന്ന് തുടങ്ങി അങ്ങ് പുലിക്കോട് പോയി ഇറങ്ങുന്ന ഒരു റോഡാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള അത് പണി തീർന്നിട്ടുണ്ട്. പിന്നെ മാങ്കോട് പാടം റോഡുണ്ട്. അത് അങ്ങ് വരെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു കോൺട്രാക്ട് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഊരാലിങ്കൽ എടുത്ത് പണി തുടങ്ങിക്കഴിഞ്ഞു. അത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പ്രധാനപ്പെട്ട റോഡാണ് ഈ 2 റോഡുകൾ, ഏനാത്ത് പത്തനാപുരവും പള്ളിമുക്ക് അലിമുക്ക് എന്നൊരു റോഡ്. ഈ 2 റോഡാണ് ഈ വടക്കേ ഇന്ത്യൻ കമ്പനി വരികയും ഒരു ജർമ്മൻ ടെക്നോളജി ഉപയോഗിക്കുകയും ചെയ്തു. ആ ടെക്നോളജി വിജയകരമാണ്, നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഗ്യാപ്പുണ്ട് എല്ലാ സ്ഥലത്തും. ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ടൊരു 10 ദിവസത്തെ പണിയുണ്ട്. അത് ടാർ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അതർ വർക്കുകളെല്ലാം കൂടി 25 കോടി രൂപയുടെ വർക്ക്, ഒരു പാലമൊക്കെ ഉണ്ട് കടുവാത്തോടുന്നത്, അതെല്ലാം കൂടി ചേർത്ത് 25 കോടിയുടെ വർക്ക്. ഇനി ബാലൻസ് ഉണ്ട്. അതൊരു കോൺട്രാക്ടറെ ഇമ്മീഡിയറ്റ്ലി ഏൽപ്പിക്കും. ഒരു ഷോർട്ട് ടെൻഡർ വിളിച്ച് കൊടുക്കാമെന്നാണ് കിഫ്ബിയുടെ CEO പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആശുപത്രിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിഫ്ബിയുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പത്തനാപുരം താലൂക്ക് ആശുപത്രിയാണ്. 97 കോടി രൂപ, 98 കോടി രൂപ ബിൽഡിങ്ങും അതിനകത്ത് മുഴുവൻ ഫർണിച്ചറുകളും ഉപകരണങ്ങളും ചേർത്തുകൊണ്ട് 98 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നന്നായി നടക്കുന്നു. അതിൻ്റെ എല്ലാം ഫുൾ സ്ട്രക്ചർ തീർന്നു. അതിൻ്റെ സൈഡെല്ലാം കെട്ടിക്കഴിഞ്ഞു. ഇനി അകത്ത് ഇൻറ്റീരിയർ വർക്കുകളും വയറിങ്ങും ഫ്ലോറിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഉപകരണങ്ങളും സമാന്തരമായി തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതും വാങ്ങാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അത് കിഫ്ബിയുടെ ഫണ്ടാണ്. ഈ റോഡ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുമ്പോഴാണല്ലോ നമ്മുടെ ഈ നാടിനൊരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ KSRTC പോലുള്ള ബസ്സുകൾക്കൊക്കെ നല്ല റോഡ്, അതിൻ്റെ ഇന്ധനക്ഷമത അടക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുണ്ടായ ഒരു മാറ്റം ഗവൺമെൻറ്റിൻ്റെ പൊതുവിലൊരു നേട്ടമായിട്ടാണോ കരുതുന്നത്? തീർച്ചയായിട്ടും വരും. കാരണം ഗവൺമെൻറ് നേട്ടം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാറശാല വരെ നീണ്ടു നിൽക്കുന്ന ഹൈവേ സ്ഥലമെടുത്ത്, എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുള്ള സ്ഥലമെടുത്ത് പൂർത്തിയാക്കാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ കേരളത്തിൽ കഴിയൂ. അതാണ് 3ാം ഭരണമുണ്ടാകുമെന്ന് ഞാൻ പറയാൻ കാരണം. ആ ഒരു ലീഡർഷിപ്പ്. ഇവിടെ ഇതുവഴി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ലൈൻ വലിച്ചു, പിന്നെ കൂടംകുളത്തുനിന്ന് വരുന്ന ലൈൻ വലിച്ചു. 2009 അനുവദിച്ചതാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. നഷ്ടപരിഹാരത്തോടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൽ അന്ന് VS മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലത്ത് ലൈൻ വലിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു നിയോജക മണ്ഡലം പത്തനാപുരം മാത്രമാണ്. ഇവിടെ വലിച്ചു, ഇവിടെ അതിർത്തി വരെ വലിച്ചു. പിന്നെ അങ്ങോട്ട് സമരം. ഇവിടെ ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ ഗുണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായി സംസാരിച്ചിട്ട് കുത്തബ് മിനാറിൻ്റെ പൊക്കമുള്ള ടവർ വെച്ചു. അപ്പോൾ കൃഷിനാശം സംഭവിച്ചവർക്ക് പണം കൊടുത്തു. പണം കൊടുത്തപ്പോൾ ലാൻഡ് വാല്യൂവിനേക്കാൾ, ഓപ്പൺ മാർക്കറ്റിൽ ലാൻഡ് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടി. സ്ഥലം ഇപ്പോഴും അവരുടെ പേരിൽ തന്നെയാണ്. ഈ കൃഷിനാശത്തിനാണ് ഏതാണ്ട് ലാൻഡ് വാല്യൂവിനേക്കാൾ കൂടുതൽ നഷ്ടപരിഹാരം കിട്ടി എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെയാണ് ആദ്യം അക്വയർ ചെയ്തത്. പക്ഷേ പിന്നെ പവർ ഹൈവേ കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിലെ 10 വർഷമായി ഈ ഒരു പവർ കട്ടില്ലാതെ കൊണ്ടുപോകുന്നതിനുള്ള വലിയ സഹായകമായ നിലപാടാണ്. അതും ശ്രീ പിണറായി വിജയനുള്ളതാണ്. CNG പൈപ്പ് ലൈൻ വന്നു. അപ്പോൾ ഇവിടെ പിന്നെ പത്തനാപുരത്തും കൊട്ടാരക്കലിലും അടക്കം CNG പമ്പുകൾ വന്നു. ഒരുപാട് ഓട്ടോറിക്ഷ അതിലേക്ക് മാറി. വീടുകളിൽ കണക്ഷൻ കൊടുക്കാൻ തുടങ്ങിയാണ് മേലില പഞ്ചായത്തിൽ. ഇതെല്ലാം വന്നത് CNG പൈപ്പ് ലൈൻ കൊണ്ടുവരാനുള്ള പിന്നെ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഡിറ്റർമിനേഷനാണ്. ആര് വന്നാലും അത് പറ്റില്ല, അത് വികസനത്തിനുള്ളതാണെന്ന് പറയാനുള്ള, നോ എന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്താണ് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 3ാം പിണറായി സർക്കാർ എന്ന് തന്നെ പറയും. മറ്റ് അഴിമതിയില്ല, കെടുകാര്യസ്ഥതയില്ല. KSRTC പോലൊരു സ്ഥാപനത്തെ പോലും ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരിന് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ.
പബ്ലിക്കിന് എങ്ങനെ ഭരണം എങ്ങനെ എന്ന് കാണണമെങ്കിൽ നേരെ നോക്കിയാൽ KSRTC ആണ്, പിന്നെ ആശുപത്രിയാണ്. ഈ 2 രംഗത്തും ഈ സർക്കാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഓക്കെ, അപ്പോൾ താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.